എൻ്റെ കുട്ടികൾക്ക് ഇന്നേ കരാട്ടയുടെ എക്സാം ആട്ടാ. അപ്പോൾ ഇവർ പഠിക്കുന്നത് ചേർപ്പ് CNN സ്കൂളിലാണ്. അവിടെയാണ് അപ്പോൾ എക്സാം സെൻറ്റർ ആയത് വന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടാണ് കേട്ടോ. ഞങ്ങൾ അവിടെ തട്ടിയതിന് ശേഷം സ്മിത്തേട്ടൻ വണ്ടിയും കൊണ്ട് തിരിച്ചു പോരും. ഇവർക്കൊരു നിർബന്ധമുണ്ട്, കരാട്ടയുടെ എക്സാമിൻ്റെ അന്ന് മസ്റ്റായിട്ട് ഞാൻ അവരെ കൂടെ ഇരിക്കണം. എന്നിട്ട് അത് തീരണ വരെ ഞാൻ അവിടെ ഇരുന്ന് മുഷിഞ്ഞ് ഞാനൊരു വശാവും. ഇവരെ കാത്ത് ഞാൻ അവിടെ ഇരിക്കുന്നത് ഇവർക്ക് ഭയങ്കര നിർബന്ധമാണ്. എന്താണെന്നറിയില്ല, മിക്ക പാരൻസും കുട്ടികളെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോവും. എന്നിട്ട് അവർ കഴിയണ സമയത്തേക്ക് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി എത്താണ് സാധാരണ ചെയ്യാറ്. പിന്നെ ദൂരം വീട്ടിലുള്ള പാരൻസ് മാത്രം അവിടെ വെയിറ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇവരെ സ്കൂളിലേക്ക് അധികം ദൂരമൊന്നുമില്ല, പക്ഷേ ഇവരെന്നെ വിടില്ല. പിന്നെ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഇവർ ചെയ്യുന്ന കലാപരിപാടികളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോൾ അവിടെ ഒരു പച്ചക്കറിത്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട് അതിന് നന്നായിട്ട്. അതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കരാട്ടയുടെ എക്സാം റൂമാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ളൊരു റൂം. ഇതവിടെ LKG കുട്ടികൾക്കുള്ള പ്ലേ റൂമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അതേ ഒരാൾ ഫോണിൽ കരാട്ടയുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇതേ കുട്ടികളൊക്കെ അറേഞ്ചറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ അതിൻ്റെ ഒരു തിക്കും തിരക്കും ബഹളത്തിലാണ്. എക്സാം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വീഡിയോ എടുക്കരുതെന്ന് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതിന് മുന്നേ മാത്രം ഓക്കെ എടുത്തോളൂ എന്നുള്ള രീതിയിലായിരുന്നു. ഇവർക്ക് കരാട്ട ക്ലാസ് ഉള്ളത് വ്യാഴാഴ്ച വൈകുന്നേരം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ വ്യാഴാഴ്ച വൈകുന്നേരം 3:30 ശേഷം 5 മണിയുടെ ഉള്ളിലാണ് ഇവരെ കരാട്ട ക്ലാസ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കരാട്ടയുള്ളൂ. അതും ഓരോ പാരൻസിൻ്റെയും കുട്ടികളുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ആ കരാട്ട ക്ലാസ്സിന് വിടുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഇത് സ്കൂൾ സിലബസിൻ്റെ ഒരു ഭാഗമാക്കണം. ശരിക്കും ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഏതെങ്കിലും ഒരു കുട്ടിക്ക് മസ്റ്റായിട്ട് വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ആരോഗ്യത്തിനെക്കുറിച്ച് വളരെ പ്രാധാന്യം വേണം. ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സത്യം പറഞ്ഞാൽ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്ന്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റി പെട്ടെന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ തടിച്ച് വീർത്ത് പ്രായമാകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകളൊന്നും കുട്ടികൾ ചെയ്തില്ലെങ്കിലും നമ്മൾ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ അവരുടെ ആ ചെറിയ പ്രായം തൊട്ട് കുട്ടികളെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. ഒന്നുകിൽ കരാട്ടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യിപ്പിക്കാം, ഷട്ടിൽ ബാറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം. അങ്ങനെ ഒത്തിരി ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്കുണ്ട്. നമ്മുടെ കുട്ടികൾ രാവിലെ ഒരു 6 മണി, നോർമൽ ഒരു 6 മണിക്ക് എണീറ്റു. അവരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു 7 മണി 7:30 അല്ലെങ്കിൽ 8 മണിയോടുകൂടി അവരെ ബസ്സിൽ കയറി അവർ സ്കൂളിലെത്തി. വൈകുന്നേരം തിരിച്ചു ഒരു 5 മണിയോടുകൂടി തിരിച്ച് വീട്ടിലെത്തി. അവർ കയ്യും കാലും മുഖം കഴുകി അല്ലെങ്കിൽ കുളിച്ചു. അങ്ങനെ അവരുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് അവർ പഠിക്കാനിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് നേരം? ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ബ്രെയിനും ഡെവലപ്പ് ആവുള്ളൂ. നമ്മുടെ എന്താ പറയുക, സാഡായിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ മടിയായിരിക്കുന്ന ഒരവസ്ഥ, ഈ അവസ്ഥയിൽ നിന്നൊക്കെ കുട്ടികൾക്ക് ഒരു മാറ്റം വേണമെങ്കിൽ നിർബന്ധമായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി മസ്റ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മുടെ ജനറേഷന് തൊട്ട് മുന്നുള്ള ജനറേഷനിൽ എല്ലാവരും ഒരുവിധം നന്നായിട്ട് കളിച്ചിരുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മുടെ ജനറേഷനൊക്കെ വന്നപ്പോൾ അത് കുറച്ച് കുറഞ്ഞു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവരിപ്പോൾ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. പിന്നെ എഡ്യൂക്കേഷന് മാത്രം ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ള ഒരു ജനറേഷനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചാലും നമുക്ക് ആ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു കുട്ടിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ടീമായിട്ട് ഫുട്ബോൾ കളിക്കാനൊക്കെ പോണ കുട്ടികളാണെങ്കിലും അവരിപ്പോൾ പഠിക്കേണ്ട ഒരു സമയമാണല്ലോ 8, 9, 10 ആണെന്നുണ്ടെങ്കിൽ മിക്ക പാരൻസും അവരെ കളിക്കാൻ വിടാതെ പിടിച്ചിരുത്തുകയാണ് ചെയ്യുക. ഈ കളിക്കുന്നതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഒരു കൂട്ടായ്മ, ഒരു സഹകരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കുക മാത്രമല്ല നമ്മുടെ ശരീരം സ്ട്രോങ് ആവുകയും ചെയ്യും. പല അസുഖങ്ങളെ ചെറുക്കാനും കുട്ടികൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, മിക്ക സമയങ്ങളിലും ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ലാസ്റ്റ് അവരൊക്കെ ആവുമ്പോൾ
ഉറക്കം തന്നെയാണ് നമുക്ക് വരിക. ആ സമയത്ത് ഈ മാത്സ് ടീച്ചറും ഒക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു ബ്രില്യൻ സ്റ്റുഡൻ്റ് അല്ലായിരുന്നു, ഏവറേജ് ഒന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ താഴെയുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർക്കൊക്കെയും ഈ പറഞ്ഞ പോലെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ ലാസ്റ്റത്തെ 2 അവറൊക്കെ കുട്ടികൾക്ക് ഇങ്ങനത്തെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഉഷാറാവും ചെയ്യും. അവർക്ക് ചുറ്റുമുള്ള കുട്ടികളായിട്ട് കളിച്ച് ഒരു സ്നേഹബന്ധം കുറച്ച് കൂടുതൽ ഉണ്ടാവും ചെയ്യും. ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷൻ വളരെ ഹെൽത്തി ആയിട്ടിരിക്കും. ഇത് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാവുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മളെന്താ ആഴ്ചയിലൊരു ദിവസം ഈ കരാട്ട ചെയ്തതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ നിർബന്ധിച്ച് കൊണ്ടാക്കണമെന്ന് മാത്രം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അവരുടെ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. ഈ കുട്ടികൾക്ക് ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ എപ്പോഴാണ് അവർക്ക് ഇതിന് സമയം കിട്ടുക? പിന്നെ ശനി ഞായറാണ് നമുക്ക് അവധി കിട്ടണത്. ആ ദിവസവും നമ്മൾ പാരൻസ് ഇവരെയും കൊണ്ട് ഓടണം. ജോലിയുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴാണ് കുട്ടികളെ കൊണ്ടുവരാനൊക്കെ നേരം? സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോലിയുള്ള പാരൻസിനെ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയി ചേർക്കാനും അവരെ അതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കാനൊന്നും തീരെ സമയം കിട്ടില്ല കേട്ടോ. പിന്നെ വളരെ കുറച്ച് അമ്മമാരുണ്ട്, അവരെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചേക്കണത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ കൊണ്ടുവരും ഒക്കെ ചെയ്യും. അപ്പോൾ അത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ശരിയല്ല എന്ന് തോന്നുന്ന പേരൻസ് ഉണ്ടായിരിക്കും, ശരിയാണെന്ന് തോന്നുന്ന പേരൻസ് ഉണ്ടായിരിക്കും. ഇനി ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന പേരൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒത്തിരി ടീമിൽ പെട്ട പാരൻസ് ഉണ്ടായിരിക്കും. എനിക്കും നന്നായിട്ടറിയാം, ഞാനും ജോലിക്ക് പോയിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുട്ടികളുടെ മേലെ നമുക്കതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിനുള്ള സമയമില്ല. നമുക്ക് ആകെ കൂടെ ഒരു ഞായറാഴ്ച കിട്ടുക. അപ്പോൾ അത് വീട്ടിലെ പണികൾ തന്നെ ചെയ്ത് തീർക്കാൻ നേരം കിട്ടില്ല. പിന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ദിവസം റിലാക്സേഷൻ കിട്ടില്ലെങ്കിലും നമ്മൾ വിചാരിക്കുകയാണ് ഞായറാഴ്ച ഞാൻ റിലാക്സ്ഡ് ആണ് എന്ന്, അത്രമാത്രം. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഫിസിക്കൽ ആക്ടിവിറ്റി സ്കൂളിൽ ഒരു ഭാഗമാക്കിയാൽ രാവിലെ ഓപ്പൺ അസംബ്ലി പോലും അവർക്ക് ഡെയിലി ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ സ്കൂളിൻ്റെ കാര്യം മാത്രമല്ല പറയണേ, ഒട്ടുമിക്ക സ്കൂളുകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ലാസ്റ്റ് 2 അവറിൽ കുട്ടികൾ കോൺസെൻട്രേറ്റഡ് അല്ലാതിരിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ നമ്മൾ സിലബസ് തീർക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമായിട്ട് ടീച്ചർമാർ ഓടി വരുമ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അവർക്ക് സിലബസ് തീർക്കണം, അവരുടെ ജോലിയുടെ ഭാഗമാണത്. അപ്പോൾ എത്ര കുട്ടി ശ്രദ്ധിച്ചില്ല അതൊന്നും അവരുടെ വിഷയമല്ല. അപ്പോൾ ടീച്ചർമാർക്ക് ഓടി വന്ന് അവരെ ചാപ്റ്റർ തീർക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കൂൾ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ കുട്ടികൾ, നമ്മുടെ ഒരു ജനറേഷൻ, നമ്മുടെ ഒരു നാട്, അടുത്തൊരു ജനറേഷൻ നല്ല സൂപ്പറാവും. അവർ ഭയങ്കര സ്മാർട്ടാവും. എല്ലാവരും നല്ല സ്മാർട്ടായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വളരെ ഭംഗിയായിരിക്കും, ഹെൽത്തി ആയിട്ടിരിക്കുന്നത് അല്ലേ. അവരെപ്പോഴും എന്താ പറയുക, ചിരിച്ചിരിക്കും, സന്തോഷിച്ചിരിക്കും. അതൊക്കെയാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിലും ഈ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ശരീരം നന്നായിരിക്കുക. അപ്പം ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ വയ്യാത്ത ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആരോഗ്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. കുട്ടി കുട്ടി വിശേഷങ്ങളുമായി ഇനിയും കാണാം എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് കുറച്ച് വലിയ വിശേഷമായി പോയോ എന്നൊരു സംശയം.